ചുമ്മാ ഇരിക്കുമ്പോൾ ലിക്വിഡും പ്രഷർ കൊടുക്കുമ്പോൾ സോൾഡ് ആവണ സാധനം കാട്ടിയിട്ട് പേരിലെണ്ണ ഭയങ്കര വിയേർഡാണ്. ഊബ്ലക്ക് എന്തായാലേ ഒരു പേരിട്ടേക്ക് എന്താ ഊബ്ലക്ക്, വായ കൊള്ളാത്ത പേര്. സംഭവം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ചുമ്മാ കോൺഫ്ലവർ വെള്ളവും മാത്രം മിക്സ് ചെയ്താൽ മതി, സംഭവം സെറ്റായി. അടുക്കളയിൽ നിന്ന് കോൺഫ്ലവർ അടിച്ചു മാറ്റുമ്പോൾ അമ്മോട് ചോദിച്ചിട്ടൊക്കെ എടുത്തോട്ടോ. കാരണം ഇത് ഉപകാരമുള്ള സാധനം എന്നല്ല, ചുമ്മാ കളിച്ചോണ്ടിരിക്കാം. അതുകൊണ്ട് കൊട്ടയ്ക്ക് വാരിക്ക് ഒരു നിൽക്കാൻ നിൽക്കണ്ട, കുറച്ച് എടുത്താൽ മതി. കോൺഫ്ലവർ എടുക്കുക, വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക, കുറച്ചുകൂടി വെള്ളം. അതായത് രമണ കുറേ വെള്ളം ഒഴിക്കരുത്. കോൺഫ്ലവർ കൂടിപ്പോയാലും വെള്ളം കൂടി പോയരുത്, വെള്ളം കൂടിപ്പോയാലും കോൺഫ്ലവറും കൂടി പോയരുത്. ഒരു ഇടയിൽ നിൽക്കണം. പക്ഷെ കോൺഫ്ലവർ ആയിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം. എക്സാമ്പിൾ, ഒരു കപ്പ് കോൺഫ്ലവർ എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളം എടുത്തോ. എന്ന് വെച്ചാൽ 1 കപ്പ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇത് ഉപകാരമുള്ള സാധനം എന്നല്ല, ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കാം. എന്ന് വെച്ച് പേട്ട സാധനം എന്നല്ല കേട്ടോ, അടിപൊളിയാണ് സംഭവം കളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം പ്രഷർ കൊടുത്താൽ ഇങ്ങനെ പൊടിഞ്ഞ് നല്ല സോളിഡ് പോലെ നല്ല രസമായിട്ടിരിക്കും. ചുമ്മാ പ്രഷറൊന്നും കൊടുക്കാണ്ട് ഇങ്ങനെ ചുമ്മാ കയ്യിലിടുമ്പോൾ ലിക്വിഡും ആയിട്ടിരിക്കും. സയൻസിൽ ഇതിനെ നോൺ ന്യൂട്രോണിക് ഫ്ലൂയിഡ് എന്നാണ് പറയുക. പക്ഷെ നമുക്കിതിനെ സ്ട്രെസ് ഫ്രീ ടോയ് എന്നൊക്കെ വേണേൽ വിളിക്കാം. സംഭവം അടിപൊളിയാണെങ്കിലും അധിക ദിവസം ഇരിക്കില്ല. പിന്നെ കളയുമ്പോൾ സിങ്കിലൊന്നും കൊണ്ടുപോയി കളയല്ല കേട്ടോ, പ്ലംബറിന് ഇരട്ടിപ്പണിയാവും. എന്തായാലും ഉണ്ടാക്കി നോക്കിയോളൂ. കാരണം ഞാനിങ്ങനെ വായോണ്ട് പറയുമ്പോൾ അതിൻ്റെ ഫണ്ട് എനിക്ക് മനസ്സിലായില്ല. നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് കൂടി